നിങ്ങൾ എപ്പോഴും ഓർക്കുക, എല്ലാവരെ പോലെയും ആകാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്നും ഒത്തിരി വ്യത്യസ്തരായിട്ടിരിക്കാനാണ്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായൊരു കാര്യം പറഞ്ഞ, മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യത്യസ്തത പുലർത്തിയ പത്രോസിനെ യേശു സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയി. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു സാധാരണ മനുഷ്യനെ അനുഗമിക്കുവാനും ഒരു സാധാരണക്കാരനായി ജീവിക്കുവാനും നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ഫെയില്യൂർ ആയിരിക്കും. നിങ്ങൾ അനുഗമിക്കുന്നെങ്കിൽ അസാധാരണമായ പ്രവർത്തികൾ ചെയ്യുന്ന സർവശക്തനാകുന്ന ദൈവത്തെ അനുഗമിക്കുകയും ആ ദൈവത്തെ അനുഗമിക്കുമ്പോൾ തന്നെ നിങ്ങളും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു വ്യക്തിയായി ജീവിക്കുകയും ചെയ്യുക. നമ്മുടെ അല്പസമയ ദൈവവചന ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ. യേശു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. നോക്കുക, യേശു കർത്താവ് ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്ത് നിൽക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, അവിടെ കൂടി നിന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? എന്താണ് ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അന്യദൈവ സേവ നിലനിന്നതും മനുഷ്യരെ സേവിക്കുന്നതും മനുഷ്യ വ്യക്തിപൂജകൾ കൂടുതലുള്ള സ്ഥലമാണ് ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശം. എന്നാൽ ആ സന്ദർഭത്തിലാണ് യേശു ക്രിസ്തു അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്നാ പറയുന്നത്? എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? ആ സമയത്ത് അവിടെ നിന്ന ഒരു കൂട്ടം ആൾക്കാർ അവരുടെ അറിവുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അറിവുകളിൽ നിന്നാണ് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതും. അപ്പോൾ പലരും അവരുടെ ആ ലഭ്യമായ അറിവിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞു. എന്താ അവർ പറഞ്ഞ അഭിപ്രായം? ഒരു കൂട്ടർ പറഞ്ഞു, നീ ഏലിയാവെന്ന പ്രവാചകൻ. എന്താ യേശു ക്രിസ്തുവിനെ അവർ ഏലിയാവെന്ന പ്രവാചകൻ എന്ന് പറഞ്ഞത്? അവരുടെ അറിവിൽ അവർ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും വെച്ച് ഏറ്റവും കൂടുതൽ മിറക്കിൾസ് ചെയ്തത്, അത്ഭുതങ്ങൾ ചെയ്തത് ഏലിയാവെന്ന പ്രവാചകനാണ്. ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയിലും അത്ഭുതങ്ങൾ നടക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, വലിയ ഡെലിവറൻസ് നടക്കുന്നു. ഇത് അവരുടെ അറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഏലിയാവ് വീണ്ടും വന്നിരിക്കുക. മറ്റു ചിലർ പറഞ്ഞു, ഇരമ്യ പ്രവാചകൻ വീണ്ടും നമ്മുടെ മധ്യേ വന്ന് പ്രവചിക്കുക. കാരണം അവരുടെ അറിവിൽ, അവരുടെ അനുഭവത്തിൽ ഇടിക്കുവാനും പൊളിക്കുവാനും പണിയുവാനും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകനാണ് ജെറമയ. ഇരമ്യാവ് മുഖം നോക്കാതെ, ആരെയും സന്തോഷിപ്പിക്കാതെ, ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയും. കൊട്ടാരം കാണുമ്പോൾ ദൂത് മാറ്റത്തില്ല, കുടില് കാണുമ്പോൾ ദൂത് കുറയ്ക്കത്തില്ല, കൃത്യമായി മുഖത്ത് നോക്കി ദൂത് പറയും. യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയിലും ഇപ്പോൾ അവരത് കാണുന്നു. കാരണം അവർ തന്നെ പറഞ്ഞു, ഇവൻ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടാണ് ഇവ സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ കൺസെപ്റ്റിൽ യേശു യെരമ്യാവിനെ പോലെ നിന്ന് സംസാരിക്കുന്ന കണ്ടപ്പോൾ അവൻ യെരമ്യ പ്രവാചകൻ ജെറമയ വീണ്ടും വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. എന്നാൽ വേറൊരു കൂട്ടർ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ ഇനി മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നതായിരിക്കും എന്ന് അവർ പറഞ്ഞു. ഹെരോദാവ് എന്ന രാജാവ് യോഹന്നാൻ്റെ തല വിച്ഛേദിച്ചു കഴിഞ്ഞ് ഇവര് അതറിഞ്ഞു, ആ വിവരം അറിഞ്ഞു. ഇപ്പോൾ അവർ പറയുകയാണ്, ആ യോഹന്നാൻ വീണ്ടും വന്നേക്കുക. എന്താ അവരങ്ങനെ പറഞ്ഞതെന്നറിയാമോ? യോഹന്നാൻ്റെ കൂടെ എപ്പോഴും ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ശിഷ്യന്മാരുണ്ടായിരുന്നത് യോഹന്നാൻ സ്നാപകനാണ്. എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ കൂടെ ശിഷ്യന്മാരുണ്ട്, യേശുവിന് ശിഷ്യന്മാരുണ്ട്. ഇവരുടെ അറിവിൽ നിന്നുകൊണ്ട് ഇവർ ചിന്തിച്ചെടുത്ത് പറഞ്ഞു, ഇവൻ യോഹന്നാൻ സ്നാപകൻ വീണ്ടും വന്നിരിക്കുക. അപ്പോൾ ഇവരുടെ അറിവുകളിൽ നിന്ന് ഇവർ പല പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു പെട്ടെന്ന് ശിഷ്യന്മാരുടെ നേർക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്നാ പറയുന്നത്? 12 ശിഷ്യന്മാർ നിൽക്കുന്ന ഈ കൂട്ടത്തിൽ നിന്ന് അതിലൊരുവനായ ശീമോൻ പത്രോസ് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ചിലർ ഏലിയാവെന്നും
ചിലർ ജെറമായ എന്നും ചിലർ യോഹന്നാൻ സ്നാപകനെന്നും പറഞ്ഞ സ്ഥാനത്ത് പത്രോസ് പറയുകയാണ്, ഇവൻ ഏലിയാവുമല്ല, യിരെമ്യാവുമല്ല, യോഹന്നാൻ സ്നാപകനുമല്ല, ഇവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഈ സമയത്ത് ശീമോൻ പത്രോസിനോട് യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ല, യേശു അവനെ സെപ്പറേറ്റഡായി അവനെ മാത്രമായി മാറ്റിക്കൊണ്ടുപോയി. പത്രോസിനെ കൊണ്ടുപോയിട്ട് പത്രോസിനോട് യേശു പറയുന്നു, ബറയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ. മലയാളം ബൈബിളിൽ ഭാഗ്യവാൻ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്ന ബ്ലസ്സഡ് മാൻ എന്ന് പറഞ്ഞാൽ ശീമോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. നമ്മുടെ കൺസെപ്റ്റിൽ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടത്? നമ്മളെല്ലാവരും പറയുന്ന കാര്യം, ആ പുള്ളി ഭയങ്കര അനുഗ്രഹം, ആ പുള്ളിയുടെ 2 വീടൊന്ന് കാണണം, പിന്നെ പുള്ളി വന്നിറങ്ങുന്ന കാറൊന്ന് കാണണം, ഭയങ്കര അനുഗ്രഹമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കാറും വീടും ബംഗ്ലാവും വണ്ടിയും എല്ലാം ദൈവം ഈ ഭൂമിയിൽ നമുക്ക് തരുന്നതാണ്. അതൊന്നും വേണ്ടെന്നല്ല. ദൈവം തന്ന വീടിനായി സ്തോത്രം, ദൈവം തന്ന കാറിനായി സ്തോത്രം, ദൈവം തന്ന മക്കൾക്കും കുടുംബത്തിനുമായി സ്തോത്രം, ദൈവം തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഈ പ്രോഗ്രാം കഴിഞ്ഞ് പറയുന്നു, അത് വർദ്ധിച്ചു വരട്ടെ, ഇനിയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പക്ഷേ ആ മേഖലയിലുള്ള ഒരു അനുഗ്രഹത്തെക്കുറിച്ചല്ല യേശു ഇവിടെ പറഞ്ഞു. പത്രോസെ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ കാരണം നിനക്ക് ദൈവപുത്രൻ ആരാന്നുള്ള വെളിപ്പാട് കിട്ടി. ശിമോനെ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. മറ്റുള്ളവരൊക്കെ അറിവിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ നീ പറഞ്ഞത് അഭിപ്രായമല്ല, അറിവുകൾക്കകത്തുനിന്നുള്ള ചിന്തകളല്ല, നീ പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച വെളിപ്പാടാണ്. അപ്പോൾ ആരാ അനുഗ്രഹിക്കപ്പെട്ടവൻ? സ്വർഗത്തിൽ നിന്നുമുള്ള ദൈവികമായ വെളിപ്പാട് ലഭിച്ച വ്യക്തിയാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന വെളിപ്പാട് ലഭിച്ചവനാണ് ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. വാസ്തവത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല പൗലോസ്, ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു. പൗലോസിൻ്റെ പാരമ്പര്യം പോലെ, അല്ലെങ്കിൽ പൗലോസിനുണ്ടായിരുന്ന ഭൗതിക നന്മകൾ പോലെ ബാക്കിയുള്ള ഒരു ശിഷ്യന്മാർക്കും ഇല്ലായിരുന്നു. പൗലോസ് എന്തൊക്കെയാണ് പറയുന്നതെന്നറിയാമോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ പൗലോസ് ഇങ്ങനെ പറയുന്നത്, പക്ഷെ എനിക്കും ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റ് ആർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. എത്ര ഈ ലോകപ്രകാരം നോക്കിയാൽ ആർക്കുമില്ലാത്ത അനുഗ്രഹവും ആർക്കുമില്ലാത്ത ഭൗതികമായ നന്മകളും പാരമ്പര്യവും ഹോൾഡും ഒക്കെ ഉള്ള ആളാണ് പൗലോസ്. എന്നാൽ അതിന് 7-ാം വാക്യത്തിൽ എന്നാ പുള്ളി പറയുന്നത്? എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ യേശുക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എനിക്ക് ലഭിച്ചപ്പോൾ, യേശുക്രിസ്തു ആരാന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, പൗലോസ് പറയുന്നു, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എൻ്റെ അകത്ത് വന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ ഈ ലോകത്തിലുള്ള എൻ്റെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഒന്നും അല്ല. നിങ്ങൾ ഓർക്കുക, പൗലോസ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും മുമ്പിൽ തനിക്ക് ലാഭമായിരിക്കുന്ന എല്ലാം താൻ ഛേദമെന്ന് എണ്ണുന്നു. ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ആരെന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് പറയും 2 കപ്പലുള്ളവനല്ല. കാരണം പുള്ളിക്ക് 2 കപ്പലുണ്ടായിരുന്നു പുള്ളിയുടെ ഫാദറിന്. ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചത് കൊണ്ടായില്ല, പരീശനായതുകൊണ്ടായില്ല, റോമ പൗരത്വമുള്ളതാകൊണ്ടായില്ല. ഈ ലോകത്തിലെ എന്തെല്ലാം ഉണ്ടെങ്കിലും അതല്ല യഥാർത്ഥ അനുഗ്രഹം, അതല്ല യഥാർത്ഥ ബ്ലെസ്സിങ്. യേശുക്രിസ്തു ആരെന്നറിഞ്ഞ് അവന് വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ അറിയുക, നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങളാ ഏറ്റവും വലിയ ഭാഗ്യവാൻ, നിങ്ങളാ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ടവൻ. കാരണം വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നു, ഈ ലോകവും അതിൻ്റെ മോഹവും വിട്ടൊഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഇന്ന് ഉള്ളതും നാളെ വാടിപ്പോകുന്നതുമായ
പുല്ലുപോലേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. എന്നാൽ ഈ ക്ഷണനേരത്തേക്കുള്ള അല്പസമയത്തേക്കുള്ള ജീവിതത്തിൻ്റെ മധ്യേ ഒരുവൻ ക്രിസ്തുവിൽ ആയി മാറിയാൽ പൗലോസ് പറയുന്നു, അവൻ പുതിയ സൃഷ്ടിയാകുന്നു, അവൻ പുതുതായി മാറുന്നു. എന്നെ കേൾക്കുന്ന കുടുംബങ്ങളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മക്കളെ, ഒരു ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം യേശു ക്രിസ്തുവിലായിത്തീരുക. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വെളിപ്പാട് നിങ്ങൾ പ്രാപിക്കുക. വാസ്തവത്തിൽ ഞാൻ എൻ്റെ 17-ാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത്. ഒരു യാഥാസ്ഥിതികമായ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നേ. എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ട്. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരമ്മയും അപ്പനുമുണ്ട്. അങ്ങനെ ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു പാരമ്പര്യം കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർന്നെങ്കിൽ ഈ പാരമ്പര്യത്തിനൊന്നും എന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യർത്ഥമായുള്ള പാരമ്പര്യങ്ങൾക്കൊന്നും നിങ്ങളെ വിടുവിപ്പാൻ പറ്റത്തില്ല. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അപ്പം ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് വ്യർത്ഥമായുള്ള പാരമ്പര്യമാണ്, യൂസ്ലെസ്, ഒരു പ്രയോജനമില്ല. ഈ ചിലരുടെ അടുക്കലൊക്കെ ചെല്ലുമ്പം ചിലർ പറയുന്നത് ഇങ്ങനെ, ഞങ്ങളുടെ പാരമ്പര്യം എന്നാണെന്നറിയാമോ, ഞങ്ങൾ ഏത് വീട്ടിലാണെന്നറിയാമോ, ഞാൻ എവിടുത്തുകാരനാണെന്നറിയാമോ. വാസ്തവത്തിൽ ഈ പാരമ്പര്യമൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് പ്രശംസിക്കുന്നവരോട് ദൈവവചനം, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഏത് സഭയാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും ഈ പുസ്തകത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും തുല്യരാ. ഇതിനകത്ത് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വിഭാഗത്തിനുള്ളതല്ല, ഇതെല്ലാവർക്കും കൂടെ ഉള്ളതാണ്. നിങ്ങൾ ഓർക്കുക, വ്യർത്ഥമായുള്ള പാരമ്പര്യത്തിൽ നിന്നും, പിതൃപാരമ്പര്യത്തിൽ നിന്നും, എൻ്റെ അപ്പച്ചൻ്റെ അപ്പച്ചൻ വലിയ ആളായിരുന്നു, അതുകൊണ്ട് ഞാൻ യേശുവിനെ അറിയേണ്ട കാര്യം. നോക്കിയേ, നിങ്ങളുടെ പപ്പ ദൈവത്തെയാണ്, നിങ്ങളുടെ അപ്പച്ചൻ ദൈവത്തെ അറിഞ്ഞു, നല്ല കാര്യം, ഇറ്റ്സ് വെരി ഗുഡ്. അദ്ദേഹത്തെ നിങ്ങൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. അദ്ദേഹം ദൈവ പൈതലായിരുന്നു, ഒത്തിരി നല്ലത്, അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും, വാസ്തവം. പക്ഷെ നിങ്ങൾ അറിയുക, ദൈവത്തിന് മക്കളേ ഉള്ളൂ, കൊച്ചുമക്കളില്ല. ദൈവത്തിന് കൊച്ചുമക്കളില്ല, മക്കൾ മാത്രമേ ഉള്ളൂ. അപ്പം ദൈവത്തിൻ്റെ ഒരു കൊച്ചുമോനായി ജീവിക്കാൻ ആ പ്ലാനെങ്കിൽ നടക്കാൻ പോകുന്നില്ല. എൻ്റെ അപ്പൻ ദൈവത്തിലായിരുന്നു, എൻ്റെ അമ്മ ദൈവത്തിലായിരുന്നു, എൻ്റെ വല്യപ്പച്ചൻ ദൈവത്തിലായിരുന്നു, അതുകൊണ്ട് എന്നെയും എന്താ പറയുക, സ്വർഗത്തിൽ കൊണ്ടുപോകും. നെവർ. ദൈവത്തിന് കൊച്ചുമക്കളില്ല, ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ മക്കളാകാൻ പറ്റും? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. പ്രവാചകൻ ഇങ്ങനെ പറയുന്നത്, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കത്തില്ല. എനിക്ക് 2 മക്കളെ ദൈവം നൽകിയിരിക്കുന്നു. അപ്പം ഞാനൊരു ഉദാഹരണം പറയുക. ഞാൻ ഒരു പുളിയുള്ള ഒരു മാങ്ങ എടുത്ത് കടിച്ച് തിന്നാൽ, അല്ലെങ്കിൽ പച്ച മുന്തിരിങ്ങ തോട്ടത്തിൽ നിന്ന് പറിച്ച നല്ല പച്ച പുളിപ്പുള്ള മുന്തിരിങ്ങ ഞാനെടുത്ത് കഴിച്ചാൽ എൻ്റെ പിള്ളേരുടെ പല്ല് പുളിക്കത്തില്ല, എൻ്റെ പല്ലേ പുളിക്കൂ. നിങ്ങളുടെ പപ്പ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നെങ്കിൽ ആ മനുഷ്യൻ നിത്യതയെ കാണും. നിങ്ങളുടെ മമ്മി ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ മമ്മി നിത്യതയെ കാണും. രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. നിങ്ങളെന്നുള്ള വ്യക്തിയുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ. ഒരു ഗ്രൂപ്പിനെ കുറിച്ചല്ല പറയുന്നത്, ഏകവചനമാത്. നിങ്ങളാകുന്ന വ്യക്തിയിലാണ് പരിശുദ്ധാത്മാവ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. നോക്കി പ്രിയപ്പെട്ടവരെ, പത്രോസിനെ നോക്കി യേശു ക്രിസ്തു നീ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചതിനാലാണ്. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണോ? നിങ്ങൾ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നടത്തപ്പെടണമോ? നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണമോ? ഉറച്ചു വിശ്വസിക്കുക. യേശു ക്രിസ്തുവാകുന്ന ജീവനുള്ള ദൈവപുത്രനിൽ വിശ്വസിക്കുകയും അവനെക്കുറിച്ചുള്ള വെളിപ്പാടിൽ ജീവിക്കുകയും ചെയ്യുന്നവരുടെ കുടുംബം, ബിസിനസ്, ശുശ്രൂഷ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ അനുഗ്രഹിക്കപ്പെടും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച പത്രോസിനോട്, ശീമോനോട് യേശു പറയുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. അല്ലാതെ പത്രോസെ നീ പാറയാകുന്നു, പത്രോസാകുന്ന പാറമേൽ എൻ്റെ സഭയെ പണിയോ എന്നല്ല എഴുതിയിരിക്കുന്നത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ. ഏത് പാറമേൽ? എന്താ ആ വാക്കിൻ്റെ അർത്ഥം? ഏത് പാറമേലാ
ഈ സഭയെ പണിയുന്നത്. പത്രോസ്, നീ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ ജീവനുള്ള ദൈവപുത്രനാണ്. ആ വെളിപ്പാടിൻ്റെ മേൽ, ആ വാക്കിൻ്റെ മേൽ, ആ ഒരു ചിന്തയുടെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയത്തില്ലെന്ന ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന വെളിപ്പാടിൻ്റെ മേലാ ദൈവം തൻ്റെ സഭയെ പണിതിരിക്കുന്നത്, അറിവുകളുടെ മേലല്ല. ഇവിടെ എത്ര പേര് അറിവുകൾ പറഞ്ഞു? ചിലർ ഏലിയാവാന്ന് പറഞ്ഞു, ചിലർ ജെരമായ പറഞ്ഞു, ചിലർ യോഹന്നാൻ സ്നാപകനാന്ന് പറഞ്ഞു. അവരുടെ അറിവിൽ നിന്ന് ആയിരക്കണക്കിന് അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു. പക്ഷേ അഭിപ്രായത്തിൻ്റെ മേലും അറിവിൻ്റെ മേലും ബുദ്ധിയുടെ മേലും ഒന്നുമല്ല ദൈവം തൻ്റെ സഭയെ പണിതത്. പത്രോസിന് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച വെളിപ്പാടിൻ്റെ മേല. അങ്ങനെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കണം. യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമി വന്നത്? യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് എനിക്ക് വേണ്ടി മരിച്ചത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ എനിക്ക് എന്താ ലഭിച്ചത്? ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു എനിക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. ഞാൻ അവനിൽ വിശ്വസിക്കുമ്പോൾ ആരായി തീരും? ഇത് നിങ്ങൾ തിരിച്ചറിയാൻ കഴിയണം. ഇത് തന്നെയാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. ശരിക്കും എഫെസോസിലുള്ള സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് എന്നാ പ്രാർത്ഥിച്ചേ? സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൗലോസ് മുട്ടുകുത്തി നിന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഇവരിൽ പകർന്ന്, കർത്താവേ നീ ഇവരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. പൗലോസ് എഫെസോസിലുള്ള സഭയിലെ ജനത്തിന് വേണ്ടി, ആ പട്ടണത്തിന് വേണ്ടി ഇതേ പ്രാർത്ഥിച്ചുള്ളൂ. യേശുവിനെ ഒന്ന് ചൊവ്വെ അറിയാൻ, അവൻ ആരാന്നൊന്ന് മനസ്സിലാക്കാൻ. ചുമ്മാ ഒരു പുസ്തകം എടുത്തുകൊണ്ട് എന്നും ഞായറാഴ്ച വെറുതെ പോയിട്ട് വെറുതെ വരുന്ന അനുഭവമല്ല ക്രിസ്തീയ ജീവിതം. നിങ്ങൾ അറിയണം പ്രിയപ്പെട്ടവരെ, വെറുതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ല ക്രിസ്തീയ ജീവിതം. ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഏറ്റു പറയുന്നതുമല്ല യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. നിങ്ങൾക്ക് ദൈവവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം വേണം. ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു ജീവിതം, ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന ഒരു ജീവിതം. കൊലോസ്യർക്ക് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിൽ വേരൂന്നി വളരുന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, നിങ്ങളും ഒരു അനുഗ്രഹമാകും. നിങ്ങളിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ വെളിപ്പെടും. പത്രോസിനോട് യേശു കർത്താവ് പറയുന്നു, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ആരെ ജയിക്കത്തില്ല? സഭയെ ജയിക്കത്തില്ല. ഈ സഭയെന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്റ്റിൽ ഒരു ചർച്ച് എന്ന് പറഞ്ഞാൽ ഉടനെ വരുന്നത് വലിയൊരു കെട്ടിടം, അതിനകത്ത് കുറേ മാർബിള്, പിന്നെ കുറേ ചെയർ, അതിനകത്തുള്ള കൊത്തുപണി, അതാ പള്ളി സഭ എന്ന എല്ലാവരുടെയും ചിന്ത. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, സഭയുടെ തല ക്രിസ്തുവാണ്, ശരീരം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, നാം അതിൻ്റെ അവയവങ്ങളാണ്. അപ്പൊ ചർച്ച് എന്ന് പറഞ്ഞാൽ എന്നാ? നിങ്ങളാണ് ദൈവത്തിൻ്റെ സഭ. സഭ ആകുന്നത്, ഇപ്പൊ ഞായറാഴ്ച രാവിലെ ഒരു സഭയാകുന്നത് എങ്ങനെയാ? എല്ലാവരും കൂടെ, രക്ഷിക്കപ്പെട്ടവരെല്ലാവരും കൂടെ, ദൈവമക്കളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടി വരുമ്പോഴാണ് സഭയാകുന്നത്. ഇവരെല്ലാം തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അത് സഭയാണോ? അല്ല. ഇവരെല്ലാം തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അത് കേവലം ഒരു കെട്ടിടം മാത്രമാണ്. യേശുക്രിസ്തു ഇനി രണ്ടാമത് വരുന്നത് ഈ കെട്ടിടം എടുത്തുകൊണ്ട് പോകാനല്ല, ആ മാർബിൾ ഇട്ട പള്ളി കൊണ്ടുപോകാനല്ല യേശു വരുന്നത്. അതിനകത്ത് കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്ന വിശുദ്ധന്മാരെയും വിശുദ്ധമാരെയും ദൈവമക്കളെയും ചേർക്കാനാണ് യേശു വേഗത്തിൽ വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു പിശാചിനും കർത്താവിൻ്റെ സഭയെ ജയിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ആരെ ജയിക്കാൻ പറ്റാത്ത? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന വിശ്വാസിയായ നിന്നെ ജയിക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ അവൻ വലിയവനല്ലോ.